ഇപ്പോൾ ഈ അമ്മയെ മകൾ പുറത്താക്കി വീട് പൂട്ടിയ ആ സംഭവത്തിൽ അമ്മ ഇപ്പോൾ ഇളയ മകൾ വന്നിട്ടുണ്ട് അവിടെ സംഭവ സ്ഥലത്തേക്ക്. അമ്മ വീടിനകത്ത് കയറി എന്നും അറിയാൻ കഴിയുന്നു. റിയ ബേബിയുണ്ട് കൊച്ചിയിൽ നിന്ന്. റിയ, ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? അമ്മ വീടിനകത്തേക്ക് കയറിയോ? എന്താണ് നിലവിലെ സാഹചര്യം? ഈ കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി വീടിന്റെ പുറത്ത് പായ വിരിച്ച് കിടക്കുകയായിരുന്നു സരോജിനി എന്ന അമ്മ. ഇപ്പോൾ വീടിന്റെ പൂട്ട് പൊളിച്ച് അവരെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. വീടിന്റെ അകത്തേക്ക് അവർ കയറിയിട്ടുണ്ട്. ഇതിനിടയിൽ ഇടയ മകൾ വന്നിരുന്നു. അവിടേക്ക് ചെല്ലുമോ എന്ന് ചോദിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അവർ പോകുന്നില്ല എന്ന നിലപാടെടുക്കുകയും ഈ വീട്ടിൽ തന്നെ തുടരുകയും ചെയ്യുകയായിരുന്നു. ഇപ്പോൾ സരോജിനി എന്ന് പറയുന്ന അമ്മ വീടിന്റെ അകത്ത് കയറിയിട്ടുണ്ട്. അമ്മ ഇവിടെ തന്നെ രാത്രി വീടിന്റെ അകത്ത് കയറിയല്ലേ? ഞാനാണ് അങ്ങനെ പൊളിച്ച് ഞാൻ അകത്ത് കയറിയതാണ്. കമ്മിപ്പാറ കൊണ്ട് പൊളിച്ച് ഇത്ര നേരം ഞാൻ പോലീസുകാർ പൊളിച്ചു തരുമെന്ന് ഓർത്തു, അരി കയറ്റുമെന്ന് ഓർത്തു. അവർക്കൊണ്ട് പറ്റണില്ല. അപ്പം ഞാൻ തന്നെ കമ്പിപ്പാറ കൊണ്ട് പൊളിച്ച് ഞാൻ അകത്ത് കയറി. അമ്മ ഇന്നിവിടെ തന്നെ കഴിയാന്നാണ്? ഞാനിവിടെ തന്നെ കഴിയാനാണ്. ഇളയ മകള് വന്നിരുന്നു, അങ്ങോട്ട് ചെല്ലാൻ ആവശ്യപ്പെട്ട് ഞാൻ വരില്ലെന്ന് പറഞ്ഞു. നീ അവിടെ ഒന്നും പോകില്ല, എനിക്ക് ഇവിടെ കിടന്ന് മരിച്ചാൽ മതി, എൻ്റെ വീട് ഇതാണ് മോനെ, എനിക്ക് ഇവിടെ കിടന്ന് മരിച്ചാൽ മതി. ആർഡി ഒരു ഉത്തരവ് ഇറക്കുമായിരുന്നല്ലോ അമ്മേനെ അകത്ത് കയറ്റണമെന്ന്. ഇപ്പൊ അക്കാര്യത്തിൽ അത് മകളുടെ അവരുമായി സംസാരിക്കാതെയാണ് ഉത്തരവ് ഇറക്കിയതെന്നും നാളെ ഒരു കൂടിക്കാഴ്ച ഏർപ്പെടുത്തുമെന്നാണ് പറയുന്നത്. അമ്മ പോകുമോ മകളുമായിട്ട് സംസാരിക്കാൻ? ഞാനെങ്ങും പോകില്ല, ഞാനെങ്ങും പോകില്ല. എനിക്ക് വയ്യ പോകാൻ. ഈ നടപ്പൊക്കെ നടന്ന് ഇന്ന് മുഴുവൻ കാലത്ത് 9 മണിക്ക് വണ്ടി കയറിയതാ. ആ ഇരിപ്പിരുന്നിരുന്ന് എനിക്ക് നടുവേണക്കാൻ പാടില്ല, എണീക്കാൻ പാടില്ല. എന്തൊരു ബുദ്ധിമുട്ട് ഞാൻ അനുഭവിക്കണം. എന്തുകൊണ്ടാ മോൾ ഇങ്ങനെ വീടടച്ചു പോയെന്ന് അമ്മ കരുതുന്നത്? എന്താണെന്നൊന്നും എനിക്ക് അറിഞ്ഞോടാ. എന്നോടത് അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞ് ഞാനത് സത്യമാണെന്ന് ഓർത്ത് പോയി. അവൾ അമ്പലത്തിൽ പോകണം, മൂകാംബിയെ പോകണം എന്ന് പറഞ്ഞാണ് എന്നോട് പറഞ്ഞു പോയത്. നിലവിൽ മകളുടെ പേരിലാണല്ലേ വീടും സ്ഥലവും ഒക്കെ? അവർ ഞാൻ എഴുതി കൊടുത്തവർക്ക് 2 പെമ്മക്കൾക്കും എഴുതി കൊടുത്തു മോനെ 2.5 സെൻറ്റ് വീതം. അത് അവർ താമസിച്ചോട്ടെ എന്ന് ഓർത്തു. അവരിങ്ങനത്തെ ചതിയൊന്നും ഓർത്തില്ല. അവരുടെ അച്ഛൻ്റെ സ്ഥലം 20 സെൻറ്റ് ഉണ്ടായി, അത് വിറ്റാണ് രണ്ടിനും കല്യാണം. എന്തായാലും ഈ വീട്ടിൽ തന്നെ തുടരണം എന്നാണ് അമ്മയുടെ എൻ്റെ ആഗ്രഹം. എനിക്കിവിടെ തന്നെ താമസിക്കണമെന്നാണ്. ഒറ്റയ്ക്ക് ഇവിടെ തന്നെ തുടരും? ഞാനിവിടെ തന്നെ താമസിക്കും. മകള് ഇങ്ങോട്ട് വരും, എന്തെങ്കിലും അറിയിച്ചോ? പിന്നീട് ബന്ധപ്പെടാൻ പറ്റുമോ? ഇല്ല, ഒന്നും അറിഞ്ഞിട്ടില്ല. പോലീസ് പറഞ്ഞതുപോലെ മറ്റിടത്തേക്കൊന്നും പോകുന്നില്ല? അല്ല, ഞാൻ എങ്ങും പോകുന്നില്ല, ഞാനിവിടെ തന്നെ ഇരിക്കുന്നു. വ്യക്തിപരമായി ഒരു പ്രശ്നവും ഇല്ലായിരുന്നു അല്ലേ അമ്മേ? ഇല്ല, ഒരു പ്രശ്നവുമില്ല. എന്തായാലും ഇത് ഈ സ്ഥലമുള്ളത് അമ്മയുടെ മൂത്ത മകളുടെ പേരിലാണ്. അമ്മ എഴുതി കൊടുത്തതാണ്, അവരുടെ വീട് പണിയുകയും ചെയ്തതാണ്. പക്ഷെ അമ്മ പറയുന്നത് പോലെ ഒരു ദിവസം പെട്ടെന്ന് അമ്പലത്തിൽ പോവുകയാണെന്ന് പറഞ്ഞ് പോകുന്നു. പിന്നീട് അമ്മയ്ക്ക് വീട്ടിലേക്ക് കയറാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നു. വ്യക്തിപരമായി മറ്റ് പ്രശ്നങ്ങൾ എന്താണെങ്കിലും ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം നമ്മളെയൊക്കെ ഒത്തിരി വിഷമിപ്പിച്ച ഒരു കാര്യം തന്നെയായിരുന്നു ഈ അമ്മയെ മകൾ പുറത്താക്കി വീട് പൂട്ടിപ്പോയ ഒരു സംഭവം. എന്താണെങ്കിലും അമ്മ വീടിന്റെ പൂട്ട് പൊളിച്ച് അകത്തേക്ക് കയറി.